അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ളവരെ, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെയേറെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു കാര്യമാണ്. ഞാനൊരു വാർത്ത കാണാനിടയായി. ഞാൻ ഈ വിഷയം പറയുമ്പോൾ തുടക്കത്തിൽ പറയുന്ന കാര്യം കേട്ടിയാണെന്താ പറയണമെന്ന് തോന്നിപ്പോകരുത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത് കൊണ്ട് പറയാണ്. എന്താ വാർത്ത എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. സിനിമയ്ക്ക് പോവാൻ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ സിനിമയ്ക്ക് ഇങ്ങനെ പോവാൻ എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷേ തിരിച്ചു വന്നത് ചേതനയേറ്റാണ്. മാത്രമല്ല, മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടത് ഒരേയൊരു മകൻ, ആകെ ഉണ്ടായിരുന്ന ഒരു മകനാണ്. അതായത് സിനിമയ്ക്ക് തൻ്റെ കൂട്ടുകാരോടൊപ്പം പാലക്കാട് ജില്ല എന്താ പറയുക ആലപ്പുഴയിലെ കാർ അപകടത്തിൽ മരണപ്പെട്ട ഒരു കുട്ടി. അപ്പോൾ ഇതിൽ എന്ത് പറയണമെന്നറിയാതെ അവരുടെ അച്ഛനും അമ്മ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുക. അവരെ വിളിച്ചിട്ട് പറയാണ്, അവസാനത്തെ കോള്. ആ മാതാപിതാക്കളെ ലാസ്റ്റ് ആയിട്ട് വിളിച്ച് പറയാം, അമ്മേ അച്ഛ, ഞാൻ പോകുന്നത് സിനിമ കാണാൻ വേണ്ടി പോവാ, എൻ്റെ കൂട്ടുകാരോട് ഒന്നിച്ച് പോവാൻ, ഞാൻ കണ്ടിട്ടൊക്കെ വരട്ടെ എന്ന് പറഞ്ഞാണ് പോകുന്നത്. പക്ഷെ തിരിച്ച് സ്വന്തമായി വന്നില്ല. വന്നത് ആരൊക്കെയോ എടുത്ത് ആംബുലൻസിൽ ചേതനയേറ്റ ശരീരവുമായിട്ടാണ്. ഒരു മുമ്പ് എഴുത്തുകാരൻ പറഞ്ഞതുപോലെ, രംഗബോധമില്ലാത്ത കോമാളി, അതാണ് മരണം എന്ന് പറയുന്നത്. എവിടെ വരണം, എപ്പോൾ വരണം, എങ്ങനെ വരണം എന്നൊന്നുമില്ല. ഏത് സമയത്തും ഏത് രൂപത്തിൽ ഞാൻ ഉണ്ടാകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എങ്ങനെയാണെങ്കിലും മരണം അതിന് സമയമാകുമ്പോൾ കയറി വരും. അതങ്ങനെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മളോട് പറയുന്നുണ്ടല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണം രുചിക്കുക തന്നെ ചെയ്യും. അല്ലേ? തങ്ങളോട് പറഞ്ഞൊരു വാചകമുണ്ട്, എല്ലാ സുഖഭോഗങ്ങളെയും സുഖാനുഗ്രഹങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന, നശിപ്പിക്കുന്ന, അവസാനിപ്പിക്കുന്ന ഒന്നാണ് മരണമെന്ന് പറയുന്നത്. അതിന് നന്നായി ഓർമ്മിക്കണം. ഞാൻ എന്ത് ചെയ്യുമ്പോഴും, എന്ത് കാട്ടിക്കൂട്ടുമ്പോഴും, എന്ത് പറയുമ്പോഴും ഞാൻ ഏത് സമയത്തും മരണപ്പെടേണ്ടവരാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. മരണം എന്ന് പറയുന്നത് അതിൽ നിന്നും ഒരിക്കലും ഒളിച്ചോടാൻ നമുക്ക് സാധ്യമല്ല. കണ്ണൂർ ജില്ലയിലെ ചാല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ടാങ്കർ പൊട്ടിത്തെറിച്ചൊരു വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. അതിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകാൻ തീരുമാനിച്ച അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ യാത്രയൊക്കെ പറഞ്ഞ് കുടുംബ വീടുകളിലേക്കും മറ്റുമൊക്കെ പോയി യാത്ര കഴിഞ്ഞ് വാഹനത്തിൽ ബസ്സിൽ തിരിച്ചു വന്ന് ചാലയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് റോഡ് മുറിച്ച് കിടക്കുമ്പോഴതാണ് പൊട്ടിത്തെറിക്കുക. റോഡിന്റെ കുറച്ചപ്പുറമാണ് ഇദ്ദേഹത്തിന്റെ വീട് കിടക്കുന്നത്. അപ്പൊ കുറച്ചകലത്തായി ടാങ്കറിലൂടെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച്, ടാങ്കറൊക്കെ തെറിച്ചിങ്ങനെ ആകെ ഇടങ്ങളായി കിടക്കുക. ഇവര് പേടിച്ചു. കാരണം എന്റെ വീടടുത്താണ്, ഞാൻ മരിക്കും, ഞാൻ അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ പോവുമല്ലോ. പേടിച്ചു. ഇവരോടി. ഇവർ രണ്ടുപേരും ഓടിയിട്ട് അതിൽ നിന്നും കുറച്ചകലത്തുള്ള ഒരു ഹൈന്ദവരായ ഒരു വീട്ടിലേക്കാണ്, അവരുടെ വീട്ടിലേക്കാണ് ഓടി കയറണത്. അവിടെ പോയി കയറിയതേ ഓർമ്മയുള്ളൂ. പക്ഷേ ആ ടാങ്കർ ലോറിയിൽ തെറിച്ചു വന്ന ഭാഗം ഈ വീട്ടിലേക്കാണ്. അവിടെ പല നാശനഷ്ടമുണ്ടായപ്പോൾ ഇവിടെയും ഉണ്ടായി. ആ വീട്ടിൽ നിന്ന് ഇവർ വെന്ത് മരണപ്പെടുകയാണ്. ഞങ്ങൾ ചിന്തിക്കണം, അവർ കയറാതെ നിന്ന അവരുടെ വീട്, ആ വീടിന് പിന്നീടുള്ള തെളിവെടുപ്പുകളും മറ്റുമൊക്കെ നടക്കുമ്പോൾ ഇവരുടെ സ്വന്തം വീടിന് ഒരു പോറല് പോലും ഇല്ലാന്ന്. നമ്മൾ സ്വാഭാവികമായിട്ടും പറയും, അയ്യോ അവരുടെ വീട്ടിൽ തന്നെ കയറിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നല്ലോ, അല്ലെ? പക്ഷെ സത്യം അതല്ല. കാരണം എവിടെയാണ് മരണം നിശ്ചയിക്കപ്പെട്ടത് അവിടെ നമ്മൾ എത്തിയിരിക്കും. എപ്പോഴാണ് മരിക്കേണ്ടത് ആ സമയമാവുമ്പോൾ എവിടെയാണോ വേണ്ടത് അവിടെ എത്തിയിരിക്കും. ഇവരുടെ മരണം കണക്കാക്കിയത് അപ്പുറത്തെ വീട്ടിലായിരുന്നു. അതുകൊണ്ടാണ് അവർ ഓടി അവിടെ എത്തിയത്. ഇവരുടെ വീട്ടിലെ കയറിയില്ല. കാരണം അവിടെയാണ് കാലം നിൽക്കുന്നത്, അല്ലെ? സ്വാഭാവിക വാക്ക് ഉപയോഗിച്ചാൽ കാലം നിൽക്കുന്നത് അവിടെയാണ്. അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് അവിടേക്കായിരുന്നു. അപ്പൊ എവിടെ, എപ്പോ, എങ്ങനെ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഒന്ന് ഉറപ്പാണ്, മരണം അത് സത്യമായതാണ്. മറ്റൊന്നും സത്യമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഉറപ്പായി സംഭവിക്കുമെന്ന് നമുക്ക് 100% വിശ്വാസമുള്ളത് അത് മരണമാണ്. മരിക്കാതെ ഒരാൾ നിൽക്കില്ല. ഈ മരണം വരുന്നതിന് മുമ്പ് നമ്മൾ
യഥാർത്ഥ മനുഷ്യനാവണം, മനുഷ്യ സ്നേഹിയാവണം, മനുഷ്യരെ കണ്ടാൽ അറിയുന്നവരാവണം. തീവ്രവാദങ്ങൾ ഒഴിവാക്കി, ഇടങ്ങേറുകൾ, എന്താ പറയുക, ശത്രുത ഒഴിവാക്കി. അതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ മുമ്പ് കാലങ്ങളിൽ ഇവിടെ കഴിഞ്ഞുകൂടിയൊരു സന്തോഷകരമായൊരു ജീവിതമുണ്ട്. എല്ലാവരെയും ഒരുപോലെ കണ്ട്, തൻ്റെ അയൽവാസി അതേത് മതക്കാരനൊന്നുമില്ല, അവരൊക്കെ ഒരുപോലെ ഒന്നിച്ചിരുന്നുണ്ടും ഒന്നിച്ച് കളിച്ചുമൊക്കെ വളർന്നൊരു കാലമുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് വീണ്ടെടുക്കണം. നമ്മുടെ ആ ചങ്ങാത്തം, മോശമായ രൂപത്തിലുള്ള ചങ്ങാത്തങ്ങൾ ഒഴിവാക്കുക, നല്ല ചങ്ങാത്തങ്ങൾ കൂടെ പിടിക്കുക, നല്ല സ്വഭാവങ്ങൾ ഉണ്ടാക്കുക. ഒരാൾ മരിച്ചു പോകുമ്പോൾ ആ മരണപ്പെട്ട ആളെ പിന്നീട് കാലാകാലവും ഓർമ്മിക്കുന്ന വിധത്തിൽ നന്മകൾ ചെയ്യുക. അങ്ങനെ മരണപ്പെടുക. നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.